ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആരാധനാ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കൂതോസീത്തോ ഞായർ, പരിശുദ്ധ സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ. പരിശുദ്ധ പരിമല ഗിവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായുടെ, അതായത് പരിമല തിരുമേനിയുടെ 123 ഓർമ്മ പരിമല സെമിനാരി. കടവിൽ പൗലോസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്തയുടെ 118 ഓർമ്മ ആലുവ തുറകുന്നത്ത് സെമിനാരി. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗേലിയോൻ മേശയിൽ നാം വ്യാഴ്ച കേൾക്കാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16 അധ്യായം 13 മുതൽ 20 വരെയുള്ള വേദഭാഗം ആണ്. ഇന്നലത്തെ എപ്പിസോഡിൽ, അതായത് നവംബർ 1 എപ്പിസോഡിൽ പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരിക്കൽ കൂടി ഒരു റിവിഷൻ എന്ന രീതിയിൽ കേൾക്കുവാൻ സാധിക്കും. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂതോസ് ഈത്തോ ഞായറാഴ്ചയാണ്. സഭ ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് കൂതോസ് ഈത്തോ ഞായർ എന്നാണ് പറയുന്നത്. ഒക്ടോബർ 30 അതിനുശേഷമോ വരുന്ന ഞായറാഴ്ച പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷത്തിലെ ഒന്നാം ഞായറാഴ്ചയായി നാം ഇതിനെ കാണുന്നു. കൂതോസ് ഈത്തോ ഞായറാഴ്ച എന്നാണ് നാം ഈ ഞായറാഴ്ചയെ അറിയപ്പെടുന്നതെന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം ദേവാലയ ശുദ്ധീകരണം എന്ന് ആണ്. പരിശുദ്ധ സഭയുടെയും ദേവാലയത്തിൻ്റെയും ക്രിസ്തീയ ഭവനങ്ങളുടെയും അതിൽ വസിക്കുന്നതായ ഓരോ വ്യക്തിയുടെയും ശുദ്ധീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൻ്റെ ദിവസമായി നാം ഈ ദിവസത്തെ കാണുന്നു. വിശുദ്ധി എന്നതിന് ഹീബ്രു ഭാഷയിൽ കൊഡൂഷ എന്നും ഗ്രീക്ക് ഭാഷയിൽ ഹഗിയോസ് എന്നും ഉപയോഗിക്കുന്ന വാക്കുകളാണ് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടത് എന്നാണ്. സഭയിലെ ഓരോ വ്യക്തിയും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ ആണ്. ആയതിനാൽ പരിശുദ്ധനായ ദൈവം സ്ഥാപിച്ചതായ സഭയുടെ വിശുദ്ധിയോടുകൂടി ഉള്ളതായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് എങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ അനുഭവം സാധ്യമാകുകയുള്ളൂ. നാം ഇന്ന് വായിച്ചു കേട്ടതായ വേദഭാഗം ഒരു വേർതിരിക്കലിൻ്റെ അനുഭവമാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. കൈസരിയെക്കുറിച്ച് പറയുമ്പോൾ നഷ്ടപ്രതാപങ്ങളുടെ ബാക്കി പത്രം പേറുന്ന ഇടമാണ് ഫിലിപ്പിൻ്റെ കൈസരിയ. അനേകം ദേവീദേവന്മാരുടെ ആരാധനാ മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിഷ്യന്മാർ അവനോട് ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവ് എന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അതിന് മറുപടിയായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ എന്ന് നാം ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിപ്പിക്കുന്നത് 1 തെസ്സലോനിക്കർ 4 അധ്യായം 3-5 വാക്യം നാം നോക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നോക്കിക്കൊള്ളട്ടെ എന്നാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ നമ്മുടെ സഭയിൽ വേണമെങ്കിൽ, ദേവാലയങ്ങളിൽ വേണമെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിൽ വേണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ വേണമെങ്കിൽ നാം ശുദ്ധിയുള്ളവർ ആയിരിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ സാധിക്കും. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 6 അധ്യായം 22 ഇങ്ങനെ പറയുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം
നിത്യജീവനും ആകുന്നു എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു എന്നാണ്. സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു മാറ്റം വേണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. അതിനായി നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതുണ്ട്. നീതിമാന്മാരുടെ അഥവാ വിശുദ്ധന്മാരുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അഥവാ അവർ കാട്ടിത്തന്നതായ മാതൃകയിൽ ജീവിക്കേണ്ടതുണ്ട്. സുറിയാനിയിൽ സാദിക്കോ എന്ന വാക്കിന്റെ അർത്ഥം നീതിമാൻ യാ വിശുദ്ധൻ എന്നൊക്കെയാണ്. വിശുദ്ധിയിലും ധാർമ്മികതയിലും പരസ്പരം പൂരകങ്ങൾ ആണ്. അതായത് വിശുദ്ധിയും ധാർമ്മികതയും പരസ്പര പൂരകങ്ങളാണ്. മനുഷ്യൻ മൗലികമായി ആഗ്രഹിക്കേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ ഉള്ളവന് മാത്രമേ ധാർമ്മികതയിലൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധിയും ധാർമ്മികതയും ഉള്ളവന് മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ പ്രകാരം പറയുന്നു. 1 യോഹന്നാൻ 4:7 പറയുന്നത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് ഇവിടെ എടുത്തു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. താഴാഴ്മ ഉള്ളവന് മാത്രമേ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. സ്നേഹമില്ലാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. ആത്മാവിൻ്റെ ഗുണങ്ങളെ തിരിച്ചറിയാത്തവൻ വിശ്വാസി ആയിരിക്കുകയില്ല. ഗലാത്യർ 5:22-23 ആദ്യ ഭാഗം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവകൾക്ക് മഹത്വം കൊടുക്കണമെങ്കിൽ നമ്മിൽ വിശുദ്ധിയുടെ നിറകുടം ഉണ്ടായിരിക്കണം. വിശുദ്ധിയെ തികച്ച് മുമ്പോട്ട് ദൈവികമായി ജീവിക്കുകയാണ് എങ്കിൽ ഈ ലോക ജീവിതം സഫലമായി തീരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു. 19-ാം വാക്യം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ വിശുദ്ധീകരണമാണ് നമുക്ക് വേണ്ടത്. ഈ പ്രാർത്ഥന എൻ്റെയും നിങ്ങളുടെയും ദൈനംദിന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയുള്ളവർ ആയി ധാർമ്മികതയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിലേക്കുള്ള പടവുകൾ കയറുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു, നിനക്ക് ഞാൻ ആരാകുന്നു? സ്വയം മനസ്സിൽ ചോദിക്കുക. നമുക്ക് വേണ്ടി അവൻ ആരാകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ നാം കൃത്യമായി ചോദിക്കുന്നുവെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ നമ്മളിലേക്ക് ചോദിക്കും, ഹു ആം ഐ? മറ്റുള്ളവരുടെ മുമ്പിൽ നാം നമ്മോട് തന്നെ ചോദിക്കണം, ഹു ആം ഐ? ഞാൻ ആരാകുന്നു? അപ്പോഴാണ് നമുക്ക് ഇതൊക്കെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാം ഇന്ന് ഇവിടെ കണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മനുഷ്യൻ മൗലികമായി ആഗ്രഹിക്കേണ്ടത് വിശുദ്ധിയാണ്. രണ്ടാമത്തേത്, വിശുദ്ധിയും ധാർമ്മികതയും ഉള്ളവർക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, വിശുദ്ധിയെ തികച്ച് മുൻപോട്ട് ദൈവികമായി ജീവിക്കുകയാണ് എങ്കിൽ ഈ ലോക ജീവിതം സഫലമായി തീരും എന്നാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വാട്ട് എവർ യു തിങ്ക് ആൻഡ് ഫീൽ ഈസ് ക്രിയേറ്റിംഗ് യുവർ ഫ്യൂച്ചർ എന്ന പ്രോവർബ് യാഥാർത്ഥ്യമാകും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നാം നമ്മുടെ ചിന്ത ചേഞ്ചാക്കുകയാണ് എങ്കിൽ നമ്മൾ വിശുദ്ധിയുള്ളവരായിത്തീരും എന്ന് ഓർത്തുകൊള്ളുക എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.